ഒരിക്കൽ കൂടി റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ പട്ടാഭിഷേകത്തോടെ IPL സീസൺ കൊടിയിറങ്ങിയിരിക്കുകയാണ്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് തുരത്തിയാണ് RCB, വിരാട് കോഹ്ലിയുടെ RCB, രജത് പട്ടിദാറിന്റെ RCB, ആൻഡി ഫ്ലവറിന്റെ RCB കിരീടം ചൂടിയത്. ബാറ്റിംഗിലും ബോളിംഗിലും അവിസ്മരണീയമായ പ്രകടനം നടത്തിയ പല താരങ്ങളെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഈ IPL അങ്ങനെ ഒരുപാട് പേരുണ്ട്. വൈഭവ് സൂര്യവംശി മുതൽ തുടങ്ങുന്ന ഒരുപാട് താരങ്ങൾ. ഈ തരത്തിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരങ്ങളെ ഉൾപ്പെടുത്തി ഈ സീസണിലെ ഒരു ബെസ്റ്റ് 11 തിരഞ്ഞെടുത്താൽ ആരൊക്കെ ഈ 11 ഇടം പിടിക്കും? നമുക്കൊന്ന് നോക്കാമെന്ന് തോന്നുന്നു. തീർച്ചയായും ടോപ്പ് 3യിൽ IPL ബെസ്റ്റ് 11 ടോപ്പ് 3യിൽ ഉണ്ടാവുക നിങ്ങളുടെ ഊഹങ്ങൾ കറക്റ്റാണ്. രാജസ്ഥാൻ റോയൽസിന്റെ വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി തീർച്ചയായും ഈ ലിസ്റ്റിലുണ്ടാവും. വൈഭവ് സൂര്യവംശിയും അതിനൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം ഇതിഹാസ താരം റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഇതിഹാസ താരം വിരാട് കോഹ്ലി, ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ ഇവരായിരിക്കും ടോപ്പ് 3യിൽ ഉണ്ടാവുക. സായി സുദർശനെ വേണമെങ്കിൽ ബാക്കപ്പായി നമുക്ക് ഉപയോഗിക്കാം. ഇത്തവണ ടോപ്പ് സ്കോർക്കുള്ള ഓറഞ്ച് ക്യാപ്പിന്റെ അവകാശി കൂടിയാണ് 15കാരനായ വൈഭവ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ഈ IPL സീസൺ വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും പൊടിതട്ടി ഓർമ്മിക്കുകയാണെങ്കിൽ വൈഭവ് കളിച്ച അല്ലെങ്കിൽ വൈഭവ് ബോളർമാരെ തകർത്തടിച്ച സീസൺ എന്ന രൂപത്തിലായിരിക്കും അവർ ഓർക്കുക. അത്രയും ഇമ്പാക്റ്റ് ആയിരുന്നു വൈഭവ് ഈ സീസണിൽ ഉണ്ടാക്കിയത്. 237.30 എന്ന ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം 776 റൺസുകൾ വാരിക്കൂട്ടിയത്. അതിൽ ഒരു സെഞ്ചുറിയും 5 ഫിഫ്റ്റികളും ഉൾപ്പെടുന്നു. അതിനൊപ്പം ഈ സെഞ്ചുറികൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സെഞ്ചുറിക്കടുത്തെത്തിയ ഒരു 3 90 സ്കോറുകൾ കൂടി ഈ സീസണിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് അറിയുമ്പോഴാണ് നമ്മൾ ആ താരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നമോവാകം നിൽക്കുക. മറ്റൊരാൾ വിരാട് കോഹ്ലി 37ാമത്തെ വയസ്സിലും കരിയറിന്റെ ഏതാണ്ട് സായാഹ്ന ഘട്ടത്തിലും മറ്റൊരു മാജിക്കൽ പ്രകടനത്തിനാണ് ഈ സീസൺ സാക്ഷിയായത്. 675 റൺസോടെ ഇത്തവണത്തെ റൺ വേട്ടക്കാരിൽ അദ്ദേഹം 4ാം സ്ഥാനത്തും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വിരാട് കോഹ്ലിയുടെ ഏറ്റവും മനോഹരമായ ഇന്നിങ്സും നമ്മൾ കണ്ടത് ഈ IPL ഫൈനലിലാണ്. ഒരു ഘട്ടത്തിൽ ഗില്ലിന്റെ ടീം, ഗുജറാത്ത് ടീം തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷ നിലനിർത്തിയെങ്കിലും വിരാട് കോഹ്ലിയുടെ അനുഭവ സമ്പത്തിന് മുന്നിൽ, ചേസ് മാസ്റ്ററുടെ അനുഭവ സമ്പത്തിന് മുന്നിൽ GT പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കപ്പടിക്കുന്നതിൽ ഏറ്റവും നിർണായകമായിരുന്നു ഫൈനലിലെ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറിയോളം മൂല്യമുള്ള ആ ഒരു 50. കപ്പിനരികെ ഗുജറാത്തിന് കാലിടറെങ്കിലും ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര സീസണായിരുന്നു ഇത്. നമുക്കറിയാം, ക്യാപ്റ്റൻസിയിലും ബാറ്റിംഗിലും അദ്ദേഹം ഒരുപോലെ മിന്നിച്ച സീസണായിരുന്നു. 732 റൺസോടെയാണ് ഗിൽ ഈ സീസൺ അവസാനിപ്പിച്ചത്. ഒരു സെഞ്ചുറിയും 6 50+ സ്കോറുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വൈഭവിന് പിന്നിൽ 2ാം സ്ഥാനത്ത്, റൺവേട്ടയിൽ 2ാം സ്ഥാനക്കാരനാവുകയും ചെയ്തു അദ്ദേഹം. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയുടെ T20 ലോകകപ്പിൽ നിന്നും ക്യാപ്റ്റൻ ആവുമെന്ന് കരുതിയ ഒരു ഘട്ടത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട താരമാണ് ഗിൽ. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ IPL ഒരു തിരിച്ചുവരവിൻ്റെ സീസൺ കൂടിയായിരുന്നു. T20യും തനിക്ക് കൃത്യമായും വഴങ്ങുമെന്നും ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് താൻ എന്നും 3 ഫോർമാറ്റിലും ക്യാപ്റ്റൻ ആവാൻ എന്തുകൊണ്ടും താൻ യോഗ്യനാണ് എന്നും തെളിയിച്ച സീസണായിരുന്നു ഇത്. പിന്നൊരാൾ, നേരത്തെ നമ്മൾ റിസർവായി വെച്ചിരുന്ന സായി സുദർശൻ, 17 മത്സരങ്ങൾ 8 50യും ഒരു സെഞ്ചുറിയും അടക്കം 722 റൺസാണ് അദ്ദേഹം നേടിയത്. സായി സുദർശന്റെ ഇന്നിങ്സുകൾ ഗുജറാത്തിന്റെ മുന്നേറ്റത്തിന് വലിയ കരുത്തായി മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ടോപ്പ് 3ക്ക് ശേഷം വരുന്ന അടുത്ത 3 പൊസിഷനുകളിൽ 4, 5, 6 പൊസിഷൻ, ഈ പൊസിഷനുകളിൽ 4ാമനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും GTക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച, കൂടുതൽ റൺസുകളൊക്കെ നേടിയ മുൻ ഇംഗ്ലണ്ട് നായകൻ കൂടിയായ ബട്ട്ലറെ പരിഗണിക്കാവുന്നതാണ്. 5ാമനായിട്ട് തീർച്ചയായും രജത് പട്ടിദാർ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ ആ സമയത്ത് അവിടെ ഇല്ല. അതിനൊപ്പം 6ാമനായി ഹെൻറിച്ച് ക്ലാസൻ. ഈ ക്ലാസിൻ്റെയും അതുപോലെ തന്നെ പട്ടിദാറിൻ്റെയും പൊസിഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് മത്സര ഗതി അനുസരിച്ച്. രജത് പട്ടിദാറിനെ കുറിച്ച് നമുക്കറിയാം, RCBയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് രജത് പട്ടിദാർ. മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റനാണ്. കഴിഞ്ഞ 2 സീസണിലും അവർക്ക് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. അദ്ദേഹത്തെ ഈ ടീമിൻ്റെ ക്യാപ്റ്റനായി നിയമിക്കാം. രജത് പട്ടിദാർ 192 സ്ട്രൈക്ക് റേറ്റിൽ 5 50 അടക്കം 501 റൺസാണ് ഈ സീസണിൽ അടിച്ചെടുത്തത്. മറുവശത്ത് ക്ലാസനാവട്ടെ ഇത്തവണ SRH ബാറ്റിംഗ് നിരയിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തിയ താരമാണ്. 15 ഇന്നിങ്സുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ സമ്പാദ്യം 624 റൺസാണ്. 6 50+ സ്കോറുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ IPL 11 വിക്കറ്റ് കീപ്പറായി തീർച്ചയായും ജോസ് ബട്ട്ലർ ഉള്ളപ്പോൾ മറ്റൊരാളെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ബട്ട്ലറെ വിക്കറ്റ് കീപ്പറായും ഉപയോഗിക്കാവുന്നതാണ്. ഈ ടീമിലെ ഓൾറൗണ്ടറായി ഗുജറാത്തിന്റെ താരമായ ജേസൺ ഹോൾഡറെ പരിഗണിക്കാവുന്നതാണ്. അദ്ദേഹം കുറഞ്ഞ മത്സരങ്ങൾ ആദ്യ ഘട്ടത്തിൽ അവരുടെ ടീമിനൊപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ടീമിനൊപ്പം നിന്നപ്പോൾ അവർ വിജയ വഴിയിലേക്ക് എത്തിയ നമ്മൾ കണ്ടിട്ടുണ്ട്. ബോളിംഗ് കൊണ്ടും അതുപോലെ തന്നെ ഫീൽഡിംഗ് കൊണ്ടും ബാറ്റിംഗ് കൊണ്ടും ഗുജറാത്തിന്റെ നിർണായകമായ സാന്നിധ്യമായിരുന്നു ജേസൺ ഹോൾഡർ. മുൻ വെസ്റ്റ് ഇൻഡീസ് താരം കൂടിയാണ്. അദ്ദേഹത്തെ ഓൾറൗണ്ടറായി ഈ ടീമിൽ പരിഗണിക്കാം. പിന്നെയുള്ളത് ബോളിംഗ് നിരയാണ്. ഈ ടീമിലെ സ്പിന്നറായി റാഷിദ് ഖാനെ ഉപയോഗിക്കാം. GTക്ക് വേണ്ടി ഒരുപാട് വിക്കറ്റുകൾ നേടിയ, 21 വിക്കറ്റുകൾ നേടിയ താരമാണ് ഈ സീസണിൽ റാഷിദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ മികച്ച ഫോമിലല്ല അദ്ദേഹത്തിൻ്റെ നമ്മൾ അറിയുന്ന ഫോമിലല്ല ഈ സീസണിൽ കളിച്ചത് എങ്കിലും നിർണായകമായ മത്സരങ്ങളിൽ നിർണായകമായ വിക്കറ്റുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ടീമിലെ ബോളേഴ്സായി കാഗിസോ റബാഡയെയും അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിൻ്റെ
പ്രസിഡന്റ് ജോഫ്ര ആർച്ചർ, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ വെറ്ററൻ ബോളറായ ഭുവനേശ്വർ കുമാർ എന്നിവരെയും ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഭുവനേശ്വർ കുമാർ അദ്ദേഹത്തിൻ്റെ നല്ല കാലം കഴിഞ്ഞു എന്ന് കരുതിയ സമയത്ത് നിന്നും ഏറ്റവും മികച്ച സീസണുകളാണ് അദ്ദേഹം കഴിഞ്ഞ 2 സീസണുകളിലും പൂർത്തിയാക്കിയത്. ആർച്ചർ ആവട്ടെ 25 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. റബാദ ഈ IPL-ലെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡറാണ്. ഭുവിയുടെ സമ്പാദ്യം 28 വിക്കറ്റുകളാണെങ്കിൽ 29 വിക്കറ്റുകൾ വീഴ്ത്തിയാണ് പർപ്പിൾ ക്യാപ്പിന് റബാദ യോഗ്യനായത്. അപ്പോൾ ബെസ്റ്റ് 11-ൽ നമുക്ക് സാധ്യതയുള്ള വേറെയും ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷേ 11 പേരെ ഉൾപ്പെടുത്താം എന്ന രീതിയിലാണ് ഇങ്ങനെയൊരു ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിർബന്ധമായും വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റേതെങ്കിലും താരങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം.